തളിപ്പറമ്പ് നഗരസഭ പാളയാട് വാർഡിലെ LDFന്റെ പരാജയത്തിന് പിന്നാലെ നവമാധ്യമങ്ങളിൽ പോർവിളികളും പരിഹാസ പോസ്റ്റുകളുമായി CPM CPI പ്രവർത്തകർ. വാർഡിൽ നമ്മളെ ചതിച്ച എല്ലാ മഹാന്മാർക്കും നന്ദി എന്നാണ് CPI നേതാവ് കോമത്ത് മുരളീധരൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. വിളിച്ച് തെളിച്ചു കൊണ്ടുപോയി മടിയിലിരുത്തി ഊട്ടിയപ്പോൾ എന്താ കരുതിയത്, ഉരുട്ടിത്തരുമെന്നാണോ എന്ന പോസ്റ്റാണ് CPIക്ക് മറുപടി എന്നോണം കോമ്രേഡ് മാന്തംകുണ്ട് എന്ന പേജിൽ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ തവണ 3 വോട്ടിന് കോൺഗ്രസിലെ കല്ലിങ്കിൽ പത്മനാഭനാണ് പാളയാട് വാർഡിൽ CPIയിലെ C ലക്ഷ്മണനെ തോൽപ്പിച്ചത്. പുതിയ വാർഡിന്റെ ഘടനയിൽ ചില മാറ്റങ്ങളുണ്ടായിരുന്നെങ്കിലും നേരിയ വോട്ടിന് LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ഇവിടെ നിന്ന് 263 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിലെ P വത്സല വിജയിച്ചത്. വത്സലയ്ക്ക് 462 വോട്ട് ലഭിച്ചപ്പോൾ CPIയിലെ ഷൈജ സുനോജിന് 199 വോട്ട് മാത്രമാണ് ലഭിച്ചത്. കനത്ത പരാജയത്തെ തുടർന്ന് CPI ജില്ലാ കൗൺസിൽ അംഗം കോമത്ത് മുരളീധരനാണ് ആദ്യ പോസ്റ്റുമായി രംഗത്ത് വന്നത്. വാർഡിൽ നമ്മളെ ചതിച്ച എല്ലാ മഹാന്മാർക്കും നന്ദി, പോരാട്ട വീതിയിൽ ഇനിയും നമ്മൾ ഉണ്ടാകുമെന്നായിരുന്നു പോസ്റ്റ്. ഇതിനെതിരെ CPM പ്രവർത്തകരുടെ കോമ്രേഡ് മാന്തംകുണ്ട് എന്ന നവമാധ്യമ കൂട്ടായ്മയിൽ വിളിച്ച് തെളിച്ചു കൊണ്ടുപോയി മടിയിലിരുത്തി ഊട്ടിയപ്പം എന്താ കരുതിയത്, ഉരുട്ടിത്തരുമെന്നാണോ എന്നാണ് CPM പ്രവർത്തകൻ പോസ്റ്റ് ചെയ്തത്. പാളയാട്ടെ CPIക്കാരുടെയും CPMകാരുടെയും മുഴുവൻ വോട്ടുകൾ LDFന് ലഭിച്ചില്ലെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. 100-ലേറെ ഉറച്ച CPM വോട്ടുകളും 150-ലേറെ ഉറച്ച CPI വോട്ടുകളും ഈ വാർഡിലുണ്ട്. ഇതുകൂടാതെ റെസിഡൻസ് അസോസിയേഷന്റെ വോട്ട് കൂടി ലഭിക്കുമെന്നാണ് LDF പ്രതീക്ഷിച്ചത്. 30 വോട്ടുകൾക്കെങ്കിലും ജയിക്കുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. ആ സ്ഥാനത്താണ് 263 വോട്ടുകളുടെ തോൽവിയുണ്ടായത്. CPMന്റെ ഭരണമോഹങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നതിൽ പ്രധാന കാരണം പാളയാട് വാർഡിലെ തോൽവിയാണ്. കോമത്ത് മുരളീധരൻ CPM വിട്ട് CPIയിൽ ചേർന്നതോടെയാണ് പാളയാട്ടെ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞത്. പാളയാട്ടെ ദയനീയ പരാജയത്തോടെ കോമത്ത് മുരളീധരനും CPI പ്രവർത്തകരും ഇനി എന്ത് എന്ന ചിന്തയിലാണ്. തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഇവിടെ CPIയും CPMും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നില്ല. അവസാന ദിവസം മാത്രമാണ് ഇവർ ഒന്നിച്ച് പ്രവർത്തനം നടത്തിയത്. ഇതൊക്കെ തിരിച്ചടിയായെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.